10,000-ന്റെ 20,000-ന്റെ ലക്ഷക്കണക്കിന് രൂപയൊക്കെ കൊടുത്തിട്ട് നമ്മൾ സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്നവരാണല്ലേ. അപ്പോൾ ഇങ്ങനെ സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്ന സാഹചര്യങ്ങളിൽ നമ്മൾ മൊബൈൽ ഫോണിൽ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ട്രിക്കുകളും അല്ലെങ്കിൽ കുറച്ച് സെറ്റിങ്സുകളും ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്താൻ പോകുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മൊബൈൽ ഫോൺ പല രീതിയിൽ ഹാക്ക് ചെയ്യപ്പെടാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ രീതിയിൽ ഇഷ്യൂസ് ഉണ്ടാവാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അപ്പോൾ ക്രോമാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ബ്രൗസർ എന്നാണ് ഞാൻ കരുതപ്പെടുന്നത്. നിങ്ങൾ ക്രോം ആണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ക്രോമിലും അല്ലാതെയും എനിക്ക് യൂസ്ഫുൾ ആവുന്ന കുറച്ച് ട്രിക്കാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നിങ്ങൾ ആദ്യം സെറ്റിങ്സ് ഓപ്പൺ ആക്കുക. സെറ്റിങ്സ് ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്കിവിടെ ഗൂഗിൾ എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. എല്ലാ മൊബൈൽ ഫോണിലും അവൈലബിൾ ആണ് ഗൂഗിൾ എന്നൊരു ഓപ്ഷൻ. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും കുറേ ഓപ്ഷനും കാര്യങ്ങളും വന്നിരിക്കുന്നത്. നമുക്ക് ഇവിടെ വേണ്ടത് ഡെവിസ് ആൻഡ് ഷെയറിംഗ് എന്നൊരു ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെയും കുറേ ഓപ്ഷനും കാണാൻ സാധിക്കും. ക്രോം ബുക്ക് എന്ന് കാണാൻ സാധിക്കും, ഡെവിസ് കാണാൻ സാധിക്കും, നിയർ ബൈ ഷെയർ എന്ന് കാണാൻ സാധിക്കും. പിന്നെ ഇവിടെ കാസ്റ്റ് ഓപ്ഷൻസ് എന്ന് കാണാൻ സാധിക്കും. നമ്മൾ അവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുക. കാസ്റ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്കിവിടെ കണ്ടോ ഗസ്റ്റ് മോഡ് എന്നും കാണാൻ സാധിക്കും. നമുക്കിവിടെ മീഡിയ കൺട്രോൾ ഫോർ കാസ്റ്റ് ഡെവിസ് എന്നും കാണാൻ സാധിക്കും. അപ്പോൾ ഇത് എൻ്റെ കറക്റ്റാണ്. ചിലർ ഇത് എനബിൾ ആയിരിക്കും. അപ്പോൾ നമ്മൾ എന്താക്കണം, അത് എനബിൾ ചെയ്യരുത്, അത് ഓഫായിരിക്കണം. പിന്നെ ചിലർ താഴെ എനബിൾ ആയിരിക്കും. ഇത് നിങ്ങൾ ഒരിക്കലും ഓഫ് ചെയ്യാൻ പാടില്ല, ഇത് ഓണായി തന്നെ ഇരിക്കണം. ഇത് കാരണം എന്താണെന്ന് വെച്ചാൽ മേലത്തെ നമ്മുടെ ഡെവിസ് ഗൂഗിൾ കാസ്റ്റിൽ ആരെങ്കിലും സ്കാൻ ചെയ്ത് നമ്മളറിയാതെ തന്നെ അവർക്ക് നമ്മളുടെ ഡെവിസിൽ സ്കാൻ ചെയ്ത് പല കാര്യങ്ങളും ഉപയോഗിക്കാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അതുകൊണ്ട് ഇത് എനബിൾ ഒരിക്കലും ചെയ്യരുത്. പിന്നെ ഇവിടെ മീഡിയ കൺട്രോൾ ഫോർ കാസ്റ്റ് ഡെവിസ് എന്ന് കാണാൻ സാധിക്കും. ഇത് എനബിൾ ആയിരിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ഡെവിസിൽ ആരെങ്കിലും ഗൂഗിൾ മെയിലൊക്കെ വെച്ച് ആരെങ്കിലും ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്കിത് നോട്ടിഫിക്കേഷൻ വരാനൊക്കെ വളരെയധികം ഗുണപ്രദമായിട്ടുള്ള ഒരു കാര്യമാണിത്. അപ്പോൾ നിങ്ങൾ ഇത് എനബിൾ ചെയ്ത് വെക്കണം. മേലത്തെ ഓഫ് ചെയ്ത് വെക്കണം, താഴത്തെ എനബിൾ ചെയ്ത് വെക്കണം. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ചെയ്യുക. അതിനായി നമ്മൾ സെറ്റിങ്സ് ഓപ്പൺ ചെയ്ത് അവിടെ ഗൂഗിൾ എന്നൊരു ഓപ്ഷൻ ഉണ്ടാകും. ഗൂഗിൾ ക്ലിക്ക് ചെയ്യുക. ഗൂഗിൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഇങ്ങനത്തെ ഒരു ഓപ്ഷനിൽ പോകുന്നതായിരിക്കും. അവിടെ നമുക്ക് ഓട്ടോ ഫിൽ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഏറ്റവും ടോപ്പിൽ തന്നെ ഓട്ടോ ഫിൽ വിത്ത് ഗൂഗിൾ എന്ന് കാണാൻ സാധിക്കും. അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് താഴെ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും പാസ്വേഡ്സ് എന്ന്. നമ്മൾ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ നിരവധി പാസ്വേഡുകൾ ഇവിടെ കാണാൻ സാധിക്കും. നമ്മൾ കൊടുത്തിട്ടുള്ള എല്ലാ പാസ്വേഡും, നമ്മൾ മറന്നുപോയ പാസ്വേഡ് വരെ ഇതിൻ്റെ ഉള്ളിലുണ്ടാവും. അപ്പോൾ നമ്മൾ ഏതെങ്കിലും പാസ്വേഡ് ചെക്ക് ചെയ്യാൻ അവിടെ ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ ഫിംഗർ ആണെങ്കിൽ പാസ്വേഡ് ടൈപ്പ് ചെയ്യുക. അപ്പോൾ നമുക്ക് അവിടെ കണ്ണിൻ്റെ ഒരു ചിത്രം ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പാസ്വേഡ് കാണാവുന്നതാണ്. നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആവും, ട്രൈ ചെയ്ത് നോക്കൂ. അതിനായി മൊബൈൽ ഫോണിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. സെറ്റിങ്സ് ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്കിവിടെ താഴെയായിട്ട് കാണാൻ സാധിക്കും ആപ്പ് മാനേജറിനോ ആപ്ലിക്കേഷൻ ഡെവലപ്പറിനോ അങ്ങനത്തെ കുറേ ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് നിരവധി ആപ്ലിക്കേഷൻ ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഞാൻ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ, ഞാനിപ്പോൾ മലയാളം ട്രോള് എഡിറ്റിംഗ് ആപ്ലിക്കേഷനാണ്. അതെടുത്തതിന് ശേഷം ഞാൻ അതിൻ്റെ പെർമിഷൻ ഒന്ന് ക്ലിക്ക് ചെയ്തു. അപ്പോൾ പെർമിഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ സ്റ്റോറേജിൻ്റെ പെർമിഷൻ മാത്രം ഞാൻ എനബിൾ ചെയ്തിട്ടുള്ളൂ. പിന്നെ ഞാൻ വേറെ ഏതെങ്കിലും ആപ്ലിക്കേഷൻ എടുത്തിട്ട് കാണിച്ചു തരാം. ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ വീഡിയോ കാണാൻ ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് MX പ്ലെയർ. MX പ്ലെയറിൻ്റെ പെർമിഷൻ ഞാൻ എടുക്കാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഞാൻ MX പ്ലെയറിൻ്റെ പെർമിഷൻ എടുത്തു. അതിന് ശേഷം നമുക്കിവിടെ കാണാൻ സാധിക്കും ക്യാമറ ലൊക്കേഷൻ എന്നൊക്കെ കാണാൻ സാധിക്കും. കണ്ടോ സ്റ്റോറേജ്. ഇതെന്തിനാണ് ക്യാമറയ്ക്ക് ഇതിൽ ഒരാവശ്യമില്ല. നിങ്ങൾ ഇതൊക്കെ ഒന്ന് ഓഫ് ചെയ്ത് വരിക, ഡിസേബിൾ ചെയ്തിട്ടിട്ട് നിങ്ങൾ അങ്ങനെ ഉപയോഗിച്ച് നോക്കുക. എല്ലാ ആപ്ലിക്കേഷനും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അതിനായി നിങ്ങൾ ക്രോം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം 3 ഡോട്ടിൽ സെറ്റിങ്സിൽ പോവുക. സെറ്റിങ്സിൽ പോയതിന് ശേഷം നമുക്ക് താഴെ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും, സൈറ്റ് സെറ്റിങ്സ് എന്ന് കാണാൻ സാധിക്കും. നമ്മൾ സൈറ്റ് സെറ്റിങ്സിൽ പോയതിന് ശേഷം നമുക്ക് ഇവിടെ നിരവധി ഓപ്ഷനും കാര്യങ്ങളുണ്ടാവും. ലൊക്കേഷൻ്റെ ഓപ്ഷൻ ഞാനിപ്പോൾ ക്ലിക്ക് ചെയ്ത് തരാം. ലൊക്കേഷൻ്റെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ അത് എന്തിനാണ് ഡിസേബിൾ ചെയ്തിടണം. അത് നമുക്ക് ഒരു ആവശ്യമില്ല. ലൊക്കേഷൻ്റെ യാതൊരു ആവശ്യവും അതിൽ വരുന്നില്ല. അതാണ് ഡിസേബിൾ ചെയ്തിടുക. പിന്നെ നമുക്കിവിടെ ക്യാമറേൻ്റെ ആവശ്യം ഇവിടെ കാണാൻ സാധിക്കും. ക്രോമിൽ എന്തിനാണ് ക്യാമറ പല ഓപ്ഷൻ ഉണ്ടാകും. അപ്പോൾ മാത്രം നിങ്ങൾ എനബിൾ ചെയ്താൽ മതി. പിന്നെ ഉള്ളത് നമ്മളെ കണ്ടോ മൈക്രോഫോൺ എന്ന് കാണാൻ സാധിക്കും. അതൊന്ന് ഡിസേബിൾ ചെയ്തിടുക. പിന്നെ നമുക്ക് നോട്ടിഫിക്കേഷൻ അവിടെ ഇരുന്നോട്ടെ. നോട്ടിഫിക്കേഷൻ അവിടെ ഉണ്ടാകുന്ന ക്രോമിൽ എന്ത് നോട്ടിഫിക്കേഷൻ വന്നാലും നമുക്കത് കാണാൻ സാധിക്കുന്നതാണ്. പിന്നെ ഒരു ആഡ്സ്, ഇത് നിങ്ങൾ എന്തായാലും ഓഫ് ചെയ്ത് വെച്ചോ. കാരണം നമുക്ക് ആഡ്സ് ഇല്ലാതെ ക്രോം ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. പിന്നെ നമുക്കിവിടെ ഉള്ളത് ഒരു ഓപ്ഷൻ ഓട്ടോമാറ്റിക് ഡൗൺലോഡ്. നിങ്ങൾ അതെന്തായാലും ഒന്ന് ഓഫാക്കി ഇടണം. കാരണം ഓട്ടോമാറ്റിക്കായിട്ട് ക്രോമിൽ പല കാര്യങ്ങളും ഡൗൺലോഡ് ആവാതെ ഇരിക്കാനുള്ള സാഹചര്യം വരും. പിന്നെ നമുക്കിവിടെ വേറെ ഒരു ഓപ്ഷൻ്റെ സൗണ്ട്, അത് എന്തായാലും ഇരുന്നോട്ടെ. പിന്നെ നമുക്ക് ഇവിടെ കുറേ ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങൾ നോക്കി എനബിൾ ചെയ്യുക. പിന്നെ ഇത് NFC ഡെവിസ്, അത് നിങ്ങൾ ഓഫാക്കി ഇടേണ്ട ആവശ്യമില്ല, അത് എനബിളായി ഇരുന്നോട്ടെ. പിന്നെ നമുക്ക് വേറൊരു ഓപ്ഷൻ ഉണ്ടാവും. നമുക്കിവിടെ കാണാൻ സാധിക്കും യുവർ ഡെവിസ് യൂസ് എന്ന് കാണാൻ സാധിക്കും.
യുവർ ഡേയ്സ് യൂസ് അത് നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ഓഫാക്കിയിട്ടാൽ മതി. പിന്നെ നമ്മുടെ തേർഡ് പാർട്ടി സിങ്കിൻ എന്ന് കാണാൻ സാധിക്കും. ഇത് നിങ്ങൾ എന്തായാലും ഒന്ന് ഓഫാക്കിയിടണം, ഡിസേബിൾ ചെയ്തിടണം. പിന്നെ അടുത്തത് നമുക്കിവിടെ USB എന്ന് കാണാൻ സാധിക്കും, USB കണക്റ്റഡ്. അപ്പോൾ നിങ്ങളത് ഒന്ന് ഓഫാക്കി ഇടുക. നിങ്ങൾ ഇങ്ങനത്തെ കുറേ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ നിങ്ങളൊന്ന് വായിച്ച് നോക്കിയിട്ട് കറക്റ്റായിട്ട് നിങ്ങളൊന്ന് ഡിസേബിൾ എനേബിൾ ചെയ്തിടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ മറ്റുള്ളവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും സംശയങ്ങളും എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതുപോലത്തെ ടെക്നോളജി ഇൻഫോർമേറ്റീവ് വീഡിയോ നിങ്ങൾക്ക് പെട്ടെന്ന് ലഭിക്കാൻ ചാനൽ മറക്കാത്ത സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലേക്കും കൂടി വളരെ തന്നെ ചെയ്ത് വെക്കുക. അപ്പോൾ കൂടുതലും പറഞ്ഞു തരുന്നില്ല, മറ്റൊരു വീഡിയോ ആയി കണ്ടുമുട്ടുന്നവരെ ബൈ.